അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ ക്വാഡ് യോഗം ചൊവ്വാഴ്ച നടന്നു. ഓസ്ട്രേലിയ, ഇന്ത്യ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരാണ് കൂടിക്കാഴ്ച നടത്തിയത്. ആദ്യ ക്വാഡ് ഉച്ചകോടി ഇന്ത്യയിൽ നടത്താൻ തീരുമാനമായി. ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന ഉച്ചകോടിക്ക് 4 രാജ്യങ്ങളും തയ്യാറെടുക്കുമെന്നും സംയുക്ത പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ അധ്യക്ഷതയിലായിരുന്നു മന്ത്രിതല യോഗം നടന്നത്. ഇന്തോ പസഫിക്കിലെ സ്ഥിതിഗതികളിൽ നിർബന്ധിത നിലപാടുകളിലൂടെ മാറ്റം വരുത്തുന്നതിൽ ചൈനയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ട്രംപ് മടങ്ങിയെത്തിയ ശേഷം ചൈനയെ ലക്ഷ്യമിട്ടുള്ള ആദ്യത്തെ ഉന്നതതല യോഗമായി ക്വാഡ് മാറുകയും ചെയ്തു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഓസ്ട്രേലിയയുടെ പെന്നി വോങ്, ജപ്പാന്റെ ടക്കേഷി ഇവായ എന്നിവരുമായിരുന്നു മാർക്കോ റൂബിയോ സംസാരിച്ചിരുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ, പരമാധികാരം, നിയമവ്യവസ്ഥ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടുന്നതും സ്വതന്ത്രമായ ഇന്തോ പസഫിക് മേഖലയെ ശക്തിപ്പെടുത്താൻ 4 രാഷ്ട്രങ്ങൾക്കും പ്രതിബദ്ധത ഉണ്ട്. ബലപ്രയോഗമോ നിർബന്ധിത നടപടിയോ വഴി നിലവിലെ സ്ഥിതിഗതികളിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ഏകപക്ഷീയ ശ്രമങ്ങളെ ശക്തമായി എതിർക്കുന്നു, പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. തായ്വാനിൽ ചൈനയുടെ അവകാശവാദങ്ങളെയും തള്ളിക്കളയുന്നതാണ് ഈ പ്രസ്താവനയെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഈ വർഷം ഇന്ത്യയിൽ നടത്താൻ തീരുമാനിച്ച ക്വാഡ് ഉച്ചകോടിയിൽ മാറ്റമില്ലെന്ന് യോഗം അറിയിക്കുകയും ചെയ്തു. ഇതോടെ ട്രംപിന്റെ ആദ്യ യാത്രകളിലൊന്ന് ഇന്ത്യയിലേക്കാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു. ക്വാഡ് ഉച്ചകോടിയെ ചൈനയ്ക്കെതിരായ പ്രതിരോധമാണെന്ന് അമേരിക്ക കാണുന്നത്. ട്രംപ് സർക്കാരിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക ക്വാഡ് യോഗം ചേർന്നത് വളരെയധികം പ്രധാനമുള്ളതാണെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ എക്സിൽ കുറിക്കുകയും ചെയ്തു.